ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മത്തി മുളകിലിട്ട റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന് ക്ലീൻ ചെയ്തെടുക്കണം. മീൻ ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അറിയാത്ത പുതിയ ബിഗിനേഴ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. മുട്ടയുള്ള മത്തിയാണ്, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മുട്ട മാറ്റി എടുക്കാം. മുട്ട നമുക്ക് പൊരിച്ചെടുക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് മാറ്റി വയ്ക്കാം വേറെ. ഇതാണ് ഞങ്ങളുടെ കിട്ടും മിന്നായും. നല്ല പോളിങ്ങിലാണ് അവർ. പൂച്ചകൾക്ക് മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ പിന്നെ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 10 അല്ലി ഉള്ളി ചതച്ചതും 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് പുളിയും ഒരു തക്കാളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ആഡ് ചെയ്യണം. പുളി നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കറിക്ക് നല്ല പുളി ഉണ്ടാവും. സാധാരണ എല്ലാവരും വെള്ളം നമ്മൾ കറിക്ക് പൊടികളൊക്കെ ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോഴാണ് പുളി ഇടാറ്. ഇതിപ്പോൾ ആദ്യമേ ഇങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് മീൻ നല്ല പുളി ഉണ്ടാവും. ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും മീനിന്. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് ഒരു 3-4 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. എല്ലാവരും സാധാരണ ഈ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് മീൻ ഇട്ട് കൊടുക്കാറ്. പക്ഷേ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ മീൻ നല്ല പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും പറയും മീൻ പൊടിഞ്ഞു പോകും നേരത്തെ തന്നെ ഇട്ടാലെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. കറി നന്നായിട്ട് തിളക്കാൻ അനുവദിക്കുക. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി പതിയെ മീനൊന്നും പൊടിയാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പകുതി അടച്ച് വെച്ച് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. ഒത്തിരി പറ്റിപ്പോകരുത്. അത്യാവശ്യം ആ വെള്ളം കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ആവശ്യത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിലിട്ടത് റെഡി ആയിട്ടുണ്ട്. മത്തി മുളകിലിട്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.